വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ബുധനാഴ്ചയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ ഇവിടെ അടുത്ത് ഓൾട്ടൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവാട്ടോ. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്, പക്ഷെ വലിയ ദൂരമില്ല, ഒരു 25 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഓൾട്ടൻബർഗ്. അപ്പോൾ അവിടെ പോകാനായിട്ട് ഞാനിപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്ക് പറയാം. കാരണം ഞങ്ങൾക്ക് ബസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ബസ് എടുത്തിട്ട് വേണം ബാനോഫിലേക്ക് പോകാനായിട്ട്. അതിൻ്റെ ടൈം ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പം അധികം നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ആ ബസ് കിട്ടില്ല. അപ്പം നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ കമ്മോൺ. ഞാനും ഏട്ടനും ഇപ്പോൾ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓൾട്ടൻബർഗ് എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് ഓൾട്ടൻ ബെക്കൻ എന്നാണ് കേട്ടോ. ഞങ്ങളിത് ഭയങ്കര പെട്ടെന്ന് എടുത്തൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ഥലത്തെ പറ്റിയോ അവിടെ എന്താ കാര്യമായിട്ട് കാണാനുള്ളതെന്നോ ഒരു ഐഡിയയോ ഇല്ല. നമ്മളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യും എങ്ങോട്ടേക്കാണ് പ്രോപ്പറായിട്ട് ഓൾട്ടൻ ബെക്കനിൽ കാണാൻ പോകേണ്ടത് എന്നുള്ളത്. ഇപ്പം സമയം ഏകദേശം 9:50 രാവിലെ. നമുക്ക് 10:15 ട്രെയിൻ ഉള്ളത്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല. നമ്മുടെ ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളപ്പോൾ ബാനോഫ് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കാണിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ബാനോഫ് നന്നായിട്ട് പരിചയം ഉണ്ടായിരിക്കും. ഇന്ന് വെതർ നോക്കിയപ്പോൾ നമുക്ക് 3 ഡിഗ്രി ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പുറത്ത് ചെറിയൊരു പൊടി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സിഗ്നൽ കടന്ന് നടന്നു വരുന്ന നമ്മുടെ 2 ഫ്രണ്ട്സ് ആട്ടോ, ലിതിയും ദിയും ആണ് വരുന്നത്. ഇനിയും നമുക്ക് 2 ഫ്രണ്ട്സ് കൂടി വരാനുണ്ട്. കാർത്തിക്കും റിസ്വാനും ആണ് ഇനി വരാനുള്ളത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാർത്തിക് എത്തിയിട്ടുണ്ട് കേട്ടോ. റിസ്വാൻ വരുന്നില്ല എന്ന് കാർത്തിക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. റിസ്വാന് വേറെ എന്തോ അർജൻസി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറിയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഐഡിയയും ഇല്ലാതെ തുടങ്ങിയൊരു ട്രിപ്പാണ് ഇത്. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളതും പ്രോപ്പറായിട്ട് എന്താ കാണേണ്ടതെന്നുള്ളതും ഇനിയാണ് ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട്. എന്തായാലും എപ്പോഴും പ്ലാൻ ചെയ്ത് ലാസ്റ്റ് നടക്കാതിരിക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓൾട്ടൻ ബെക്കനിലേക്ക് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടോ. നമ്മുടെ പാഡർബോൺ HBFന്ന് തൊട്ടടുത്ത സ്റ്റേഷനാണ് കേട്ടോ ഓൾട്ടൻ ബെക്കൻ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും. ഈ ട്രെയിനിലിരുന്ന് ശരിക്കും ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളും ഓരോരോ സ്ഥലങ്ങളും വീടുകളും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്കും നമ്മൾ പണ്ട് ഫെയറി ടെയിൽ സ്റ്റോറീസിലൊക്കെ കേട്ടിട്ടുള്ള പോലത്തെ സ്ഥലങ്ങളായിട്ട് നമുക്കിതെല്ലാം തോന്നും. അങ്ങനെ ഞങ്ങളിത് ഓൾട്ടൻ ബെക്കൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് താഴോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഓൾട്ടൻ ബെക്കൻ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാണുന്ന ഈ വ്യൂ ഒരു രക്ഷയും ഇല്ലാത്തൊരു വ്യൂ ആയിരുന്നു ഗൈസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ സ്ഥലം. അതുമാത്രമല്ല ഇതൊരു കുഞ്ഞു സിറ്റിയാണ്. ഒരുപാട് ആൾക്കാരും തിരക്കുകളും ഒന്നുമില്ലാത്തൊരു കുഞ്ഞു സിറ്റി. ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് പ്രോപ്പറായിട്ട് വേറെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പയ്യെ പുറത്തോട്ടൊന്നങ്ങ് നടക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ പുറത്തു പോലും ആരെയും കാണാനില്ല. അത്രയ്ക്കും ചെറിയൊരു സിറ്റിയാണ് കേട്ടോ ഇത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫ്രണ്ടിൽ ഒരു പള്ളി കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. അങ്ങോട്ടേക്കാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ശരിക്കും സ്നോ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ശരിക്കും ഈ ഓൾട്ടൻ ബെക്കനിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ കാണുന്ന എല്ലാ കാഴ്ചകളും ഈ മഞ്ഞിൽ മൂടി കിടക്കുന്നതായതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ ക്യാമറയിൽ അത് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ റിയൽ ആയിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല, അത്രയും ഭംഗിയുണ്ടായിരുന്നു സ്ഥലം കാണാനായിട്ട്.
കുറച്ച് നേരം ഈ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഡിസിഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയായിരുന്നു കേട്ടോ. ഓൾട്ടൺ ബക്കൺ ഒരു കുഞ്ഞ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഈ പ്രകൃതി ഭംഗിയും സംഭവങ്ങളും അല്ലാതെ വേറെ നമുക്കൊന്നും വിസിറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് കാസലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടോ. ഈ ഓൾട്ടൺ ബക്കൺ HBFന്ന് നമുക്ക് കാസലിലേക്ക് 1.5 hours ജേർണിയാണ് ഉള്ളത്. പക്ഷെ ഞങ്ങളെടുത്ത ആ ഡിസിഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കാസൽ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാസൽ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഏകദേശം 1.5 hours ജേർണിക്ക് ശേഷം നമ്മൾ ഓൾട്ടൺ ബക്കണിൽ നിന്ന് കാസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു ട്രാമും കൂടെ എടുത്തിട്ട് വേണം നമ്മൾ വിസിറ്റ് ചെയ്യാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. നമ്മുടെ ട്രാം വന്നു, നമ്മളിതിൽ കയറുവാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് ഹെർക്കുലീസിൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹെർക്കുലീസിൻ്റെ കോട്ട ഇവിടെ ഇരിക്കുന്നത് നല്ലൊരു വലിയ മലമുകളിലാണ്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ആ മല ഫുൾ മഞ്ഞിൽ മൂടി കിടക്കുമായിരിക്കും. ഒരുപാട് ദൂരം നമ്മൾ ആ മല ചവിട്ടി കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരം നടക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. എങ്കിൽ പോലും ജർമ്മൻസ് എല്ലാവരും ഇത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാൻ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രാം കാസലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മളുടെ ഈ ട്രാം പോകുന്ന വഴിയുടെ അപ്പുറവും ഇപ്പുറവും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ കാട് മൂടി കിടക്കുന്ന പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ തന്നെ മൊത്തത്തിൽ സ്നോയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ കോട്ടയും അതുപോലെ തന്നെ അതിരിക്കുന്ന മലയും സ്നോയിൽ മൂടി കിടക്കുന്ന കാണാൻ വേറെ ലെവലായിരിക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇപ്പം തന്നെ ഏകദേശം ഞങ്ങൾ നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇനിയും ഞങ്ങൾക്ക് നടക്കാനുണ്ട്. പക്ഷേ ഈ പോണ വഴികളിലെല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആയതുകൊണ്ട് ഞങ്ങൾ മിനിറ്റിന് കുറേ സ്ഥലത്ത് നിർത്തി കുറേ ഫോട്ടോസ് എടുക്കും. എനിക്കും ഏട്ടനും ആണെങ്കിൽ അതുമാത്രമായിരുന്നില്ല ടെൻഷൻ. ഈ വ്ളോഗിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഫുള്ള് എങ്ങനെ കവർ ചെയ്ത് കാണിക്കും, അത്രയും ഫുള്ള് നമ്മൾ കാണിച്ചാലും വ്ളോഗ് ഭയങ്കര നീണ്ടു പോകൂലേ എന്നൊക്കെയുള്ള ടെൻഷൻസ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം ഈ സ്ഥലം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഓരോ സെക്ഷൻ ഇങ്ങനെ കയറി പോകുമ്പോഴും പല ഭംഗിയുള്ള കാഴ്ചകളും കാണുമായിരുന്നു. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു, ഏതെല്ലാം ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കണം എന്നുള്ളതിനെ പറ്റി ഓർത്തിട്ട്. കാരണം ഒരു ഭാഗം പോലും എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നുണ്ടായില്ല. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഞാൻ കാണുന്ന അത്രയും മുഴുവനായിട്ട് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് മാക്സിമം ഞാൻ എൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ മെജോറിറ്റി പോർഷൻസും ഷൂട്ട് ചെയ്തത് ഏട്ടൻ തന്നെയാണ് കേട്ടോ. എനിക്കറിയാം ഇപ്പം തന്നെ ഈ വ്ളോഗ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ടാവും. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഫുൾ ബ്യൂട്ടിയും കാണിക്കാതെ ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനിത് മുഴുവൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ. അപ്പം ഞാൻ അവരെയും കൂടി ഈ സ്ഥലവും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുവാണേ. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലേക്കാണ് കേട്ടോ ഇവിടുത്തെ. ഇത് ഓൾമോസ്റ്റ് ഒരു 90% ഫ്രീസ് ആയിട്ടുണ്ട് വെള്ളം. നമുക്ക് ഇത്തവണ വിൻ്റർ തുടങ്ങിയത് ജാനുവരിയിലാണ് കേട്ടോ. ജാനുവരി ഒരു 16th ഒക്കെ ആയപ്പോൾ തന്നെ ഇതാണ് ഈ ലേക്കിൻ്റെ അവസ്ഥയെങ്കിൽ ഒരു മാർച്ചൊക്കെ ആവാറാകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫ്രീസായി പോവും. ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും ബ്രദറും. അവരെ ഞാനപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഈ മഞ്ഞുമല മുഴുവൻ കയറി ഹെർക്കുലീസിൻ്റെ കാസലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ വിൻ്ററിൽ ഇതിൻ്റെ ഭംഗി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായില്ല. അത്രയ്ക്കും സൂപ്പറായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ സ്നോ ഒക്കെ എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഈ ട്രിപ്പ് ശരിക്കും എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരു പ്ലാനും ഇല്ലാതെ നമ്മളൊരു സ്ഥലം വരെ വന്ന് അവിടെ നിന്ന് വീണ്ടും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്നത് ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ.
ഞങ്ങളിപ്പോൾ ഹെർക്കുലീസിൻ്റെ കോട്ട കണ്ടിട്ട് ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇനിയും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം ഇരുട്ടാവാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും വലിയ മലയും കാടും ഒക്കെ ആയതുകൊണ്ടും വഴി കാണാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അധികം ലേറ്റ് ആക്കാതെ നമ്മളിതേ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചതേ ഞങ്ങൾ ട്രാമിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തി. അവിടെ നിന്ന് നമ്മൾ പാഡർബോൺ HBFലേക്ക് പോവാണ് കേട്ടോ. ഈ കാണുന്നത് പാഡർബോൺ HBFിൻ്റെ പുറത്തുള്ള ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് നമുക്കൊരു ബസ് എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നവരേക്കും ബായ്.